പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പെരുമ്പളത്തിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മാർച്ച് 7 നമ്മുടെ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്, അതിൻ്റെ കാഴ്ചകളാണ്, പാലത്തിൻ്റെ കാഴ്ചകളും ഒരു ഉദ്ഘാടനം കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനതയുടെ കാത്തിരിപ്പായിരുന്നു. അതായത് 2 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിൻ്റെ വിരാമമായിട്ടാണ് പെരുമ്പളം പാലം ഉദ്ഘാടനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. സമയം 8 മണിയായുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ എത്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയായിരിക്കില്ല റോഡിന്. കുറച്ച് ഇപ്പോൾ ആൾക്കാരൊന്ന് തിങ്ങി നിറയും. വണ്ടി കുറച്ച് ദൂരെയാണ് മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത്. 1.5 കിലോമീറ്റർ അപ്പുറം മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് പ്രവേശനാവടം ഇതുപോലെ കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോകാനുണ്ട്. നമ്മുടെ ഏകദേശം 2 കിലോമീറ്റർ പുറകിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടന്നു പോകാൻ തന്നെ വിചാരിച്ചു. അതായത് അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ റൈറ്റിലോട്ടാണ് തിരിഞ്ഞ് പോകേണ്ടത്. വണ്ടിയൊക്കെ അത്യാവശ്യം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയതിൽ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കാണുന്നതാണ് ഈ റോഡാണ് പെരുമ്പളം പാലത്തിലേക്ക്, പെരുമ്പളം ദ്വീപിലേക്ക് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പണ്ടിവിടെ ജങ്കാറായിരുന്നു. ഇപ്പോൾ ഇവിടെ പാലം വന്ന സ്ഥിതിക്ക് പാലത്തിനോട് കണക്ട് ചെയ്ത റോഡ് വന്നിരിക്കുന്നത്. പണ്ട് മുഖ്യമന്ത്രിക്ക് സ്വാഗതം അറിയിച്ച് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് പാലം തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ വെച്ച് ഓരോ റെസിഡൻസ് അസോസിയേഷൻ്റെയും ഓരോ സംഘടനകളിലേക്കാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ആ ഭാഗത്ത് ഒരു പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്ത് കുറച്ച് ആൾക്കാരുടെ കൂടി നിൽപ്പുണ്ട്. നമുക്ക് ഫുള്ള് നമ്മൾ നടന്ന് കാണുന്നുണ്ട് കേട്ടോ പാലം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ കൈവരി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ആൾക്കാർ അതിൻ്റെ അപ്പുറത്തെ വശത്തുണ്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്നു തുടങ്ങാം. അപ്പോൾ നല്ല കാഴ്ചകളാണ്, നല്ല തെളിഞ്ഞ ആകാശമാണ്, മഴയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൈവരി. നമുക്ക് നടന്നു തുടങ്ങാം. അത്യാവശ്യം കുറേ നടക്കാനുണ്ട് കേട്ടോ. ഈ കാണുന്ന വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിൻ്റെ അപ്പുറത്ത് കാണുന്ന പച്ചപ്പാണ് പെരുമ്പളം ദ്വീപ്. അപ്പോൾ പണ്ട് ഇവിടെ ഭയങ്കര യാത്രാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പാലമൊന്നും ഇല്ലായിരുന്നില്ല പണ്ട് ജങ്കാർ സർവീസ് ആയിരുന്നു. 9 മണി വരെ മാത്രമേ ജങ്കാർ ബോട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് വന്നാലും അല്ലെങ്കിൽ അത്യാവശ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ അകത്തേക്ക് പെരുമ്പളത്തിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം അനിവാര്യമായിരുന്നു. അതിന് മാറ്റം കുറിച്ചാണ് ഇപ്പോൾ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടെ വെയിലാവും ഉറപ്പാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് പെരുമ്പളം ദ്വീപ്. അപ്പോൾ പെരുമ്പളം ദ്വീപിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു ഈ പാലം വരുന്നതിന് മുന്നേ വരെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ ജനതയുടെ ഭയങ്കര ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രത്യാശയാണ് എന്ന് പൂണിയാൻ പോകുന്നത്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്, നൈറ്റ് വിഷ്വൽസ് ഉണ്ട്, ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി രാത്രി കാണാനായിട്ട്. കിടിലം വ്യൂ ആണ് കേട്ടോ. എനിക്ക് അത് ബോട്ടിലിരുന്നുള്ളൊരു വ്യൂ ആണത്. അപ്പോൾ അതാണ് നൈറ്റിൻ്റെ വിഷ്വലാണ് കണ്ടത്. നല്ല ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ സെറ്റാണ് കേട്ടോ അവിടുത്തെ വ്യൂ. നമ്മൾ വിഷ്വൽസ് കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ആർച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം പകുതി ദൂരം നമ്മൾ പിന്നിടും കേട്ടോ. ഈ കാരണത്തിന് ഇനിയും സമയമുണ്ട്. അപ്പോൾ നമ്മൾ പാലത്തേക്ക് ഇപ്പോൾ നടക്കുകയാണ്. നടന്ന് നമുക്ക് കുറേ കാഴ്ചകൾ കാണണമല്ലോ. അപ്പോൾ ഇവിടെ കുറേ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. സംഘടനാ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും പിന്നെ അനുബന്ധിച്ചുകൊണ്ട് നാട്ടുകാരും ഈ ഉദ്ഘാടന മാമാങ്കം കാണാൻ കുറേ പേരോട് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി ആർച്ച് കാണാനായിട്ട്. അപ്പോൾ ഈ പാലത്തിന് മറ്റൊരു പേര് കൂടെയുണ്ട്, മഴവിൽ പാലം എന്നാണ് പേര്. അപ്പോൾ അവിടെ അത്യാവശ്യം ഒരു മാരത്തോൺ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ആർച്ചിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. അതിൻ്റെ വ്യൂ ഉണ്ടല്ലേ, അതിൻ്റെ ഒരു കളർ കോമ്പോസിഷൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരങ്ങോട്ട് പോകുന്നുണ്ട്. സ്റ്റേജൊക്കെ മറുകരയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കാമല്ലോ, വാക്കുവൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. എന്ത് ഭംഗിയെ നോക്കി കാണാനായിട്ട്. കുറേ പേരവിടെ ഉണ്ട്. നമുക്കിങ്ങനെ മുന്നോട്ടേക്ക് നടക്കാം. നമുക്ക് അറ്റം വരെ നടക്കണമല്ലോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇനിയും ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് കുറച്ച് മാധ്യമപ്രവർത്തകരാണ് നിൽപ്പുണ്ട്.
ഇനി ഈ പാലത്തിനെ പറ്റി പറയാം. ഇതിൻ്റെ ഏകദേശം ദൂരം എന്ന് പറഞ്ഞാൽ 1157 മീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലിന് കുറുകെയുള്ള പാലമാണ് പെരുമ്പളം പാലം. അതിനാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ ആ റെക്കോർഡും പെരുമ്പളം പാലത്തിന് സ്വന്തം, ആലപ്പുഴയ്ക്കും സ്വന്തം. എന്താല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് മാധ്യമപ്രവർത്തകരോടെ ഉണ്ട് കേട്ടോ. കിഫ്ബിയിൽ നിന്ന് ഏകദേശം 106 കോടി രൂപ മുടക്കിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ പാലം ഭയങ്കര മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര പിന്നിൽ പ്രവർത്തിച്ചവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. കാരണം അതിൻ്റെ ഡിസൈനിങ് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ പകുതിയായിട്ടുള്ള നടന്ന്, ഇനി നമുക്ക് നടക്കാറുണ്ട് മുന്നോട്ടേക്ക്. ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബോസ്റ്റിങ് ആർക്ക് ബ്രിഡ്ജാണ്. എന്നുവെച്ചാൽ നമ്മൾ ആർക്ക് ബ്രിഡ്ജ് കണ്ടിട്ടില്ല, അത് ടൈപ്പ് തന്നെ ഒരു ഇച്ചിരി വീതി കൂടിയ ആണ്. പക്ഷെ 11 മീറ്റർ ഉണ്ട് എൻ്റെ വിടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. പക്ഷെ റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല കേട്ടോ. റോഡ് കുറച്ചൊന്നും ടാർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഉദ്ഘാടനം കഴിയുമ്പോഴത്തേക്ക് റോഡ് ടാർ ചെയ്ത് സെറ്റാക്കുമായിരിക്കും. അപ്പോൾ ഗതാഗത യോഗ്യമായല്ലോ. നേരത്തെ ഈ പാലം പോലും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയല്ലോ. അതിനൊക്കെ ഒരു മാറ്റം കുറിച്ചുകൊണ്ടാണ് ഈ പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. പൊതുവേ ലൈറ്റ് ഉള്ള ഒരു അന്തരീക്ഷമാണ്. മഴക്കാറോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പെരുമ്പളം ദ്വീപ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പാലത്തിൻ്റെ മേളിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പെരുമ്പളം ദ്വീപിലേക്കാണ് നടന്ന് എത്തുന്നത്. അപ്പോൾ രാത്രി ആണെങ്കിൽ നമ്മുടെ ലൈറ്റ്, നമ്മൾ നേരത്തെ കണ്ട വിഷ്വൽസിന് കണ്ട ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിരിക്കും. ഇപ്പോൾ രാവിലെ 11 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് മുന്നോട്ടേക്ക്. കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മറുകര എത്തും. ഇപ്പോൾ ആ പാലത്തിൻ്റെ ഇറക്കമാണ് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇടത്ത് വശത്താണ് സ്റ്റേജൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പെരുമ്പളം ദ്വീപിൻ്റെ ഭംഗി ഇവിടുന്ന് നല്ല രീതിയിൽ കാണാം കേട്ടോ. ഓക്കെ, ആ ഒരു ഭംഗി എടുത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേമ്പനാട് കായലിന് കുറുകെ പോകുന്ന ഒരു പാലമാണ് പെരുമ്പളം പാലം. ഇപ്പോൾ ഇത് സംസ്ഥാന ജലപാതയാണ്. അപ്പോൾ പണ്ട് ഇവിടം വരെയായിരുന്നു മറ്റേ എന്താ പറയുക, ജങ്കാറൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചവരെ ജങ്കാർ സർവീസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞ് ജങ്കാർ സർവീസുകൾ പൂർണ്ണമായും ഇവിടെ നിരോധിക്കുകയാണ്. ശേഷം വരുന്ന ജങ്കാറുകൾ സംസ്ഥാന ജലപാത വഴി പൂത്തോട്ട വഴി അങ്ങനെ പോകും. ആ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വള്ളമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓർമ്മയാണ്. വള്ളത്തിൽ പോകുന്നതും ജങ്കാറിൽ പോകുന്നതൊക്കെ ഇനിയിട്ട് ഇപ്പോൾ പ്രദേശനിവാസികൾക്ക് ഭയങ്കര ഓർമ്മയായിട്ടുമായിരിക്കട്ടെ. എന്നും നല്ലൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ. കായൽ ഭംഗി നല്ലൊരു ആസ്വദിക്കാറുണ്ട്. പാലം വന്ന് സ്ഥിതിക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ ആസ്വദിക്കാം. അവിടെയാണ് പിന്നെ ബോട്ട് ജെട്ടിയൊക്കെ വന്നിട്ടിരുന്നത്, പെരുമ്പളം ജെട്ടി. അപ്പോൾ അവിടെ ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ ഉണ്ട്. ഇവിടെയായിരുന്നു പെരുമ്പളം ബോട്ട് ജെട്ടി ഇരുന്നത്. ഇനി ഇതൊക്കെ ഓർമ്മയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മുൻകാല യാത്രകളുടെയൊക്കെ ഒരു ഓർമ്മയായിട്ട് ഈ ജെട്ടിയൊക്കെ ഇനി ഇവിടെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ആഗ്രഹിക്കുകയാണ്. എത്രയോ നല്ല ഓർമ്മകളായിരിക്കും ഇതിനെപ്പറ്റിയൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ ആ പാലത്തിൻ്റെ അറ്റത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കൈവരിയുടെ അറ്റത്ത് നമ്മളിങ്ങനെ മന്ദം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലം വന്ന സ്ഥിതിക്ക് പൊതുഗതാഗതത്തിനുള്ള സാധ്യതകളിലൂടെ കൂടുകയാണ്. KSRTC ബസ് സർവീസുകളൊക്കെ ഇങ്ങോട്ടൊക്കെ ആരംഭിക്കുമെന്നൊക്കെ അറിഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്ലാഗ് ഓഫിന് ബസ്സൊക്കെ വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. KSRTC ബസ്സൊക്കെ വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ കൈവരിയുടെ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. പെരുമ്പളം പാലം നമ്മൾ ഫുള്ള് നടന്ന് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് മാധ്യമപ്രവർത്തകരും സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. സംഘടനാ പ്രവർത്തകർ അവരുടെ ആശയങ്ങളൊക്കെ അവിടെ പങ്കുവെക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിന് നടുക്കോട്ടേക്ക് പിന്നെ പോകുന്നു കേട്ടോ. നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇപ്പോൾ അങ്ങനെ ഭംഗി ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. എന്താ പറയുക, ആൾക്കാരൊക്കെ അത്യാവശ്യം എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് തന്നെയുണ്ട് പെരുമ്പളം പാലത്തിലുള്ളത്. അപ്പോൾ മഴവിൽ പാലത്തിൻ്റെ ഭംഗി എടുത്തിങ്ങനെ ഓരോ മാധ്യമപ്രവർത്തകരിങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ സംഘടനാ പ്രവർത്തകരുണ്ട്. അത് 24 ന്യൂസുകാരാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓരോ ആശയങ്ങളൊക്കെ കേട്ട് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് വീണ്ടും ആർക്കിൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അവിടെ ഒരു മാധ്യമപ്രവർത്തകരുണ്ട്.
അവർ കുറച്ച് നേരം റിപ്പോർട്ടിങ് തുടങ്ങിയിട്ട് നമ്മൾ ആർക്കിൻ്റെ അടിയിലാണല്ലോ നിൽക്കുന്നത്. ഈ മഴവിൽ പാലം എന്ന് ചുമ്മാ പറയുന്നതല്ല, അതിൻ്റെ ഭംഗി നമ്മൾ നേരിട്ട് കണ്ടാലും നല്ലോണം മനസ്സിലാവും കേട്ടോ. വീഡിയോ കാണുന്നതൊക്കെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. റോഡ് കൊണ്ട് അറിയാൻ സെറ്റായി, റോഡ് അറിയും ഇപ്പം അല്ലേ നമ്മൾ ആ പാലത്തിൻ്റെ സൈഡിൽ കൈവഴികളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഭംഗി ഓരോ ആംഗിളിൽ നിന്ന് ഓരോ വ്യൂ ആണല്ലോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഭംഗി എടുത്ത് പറയേണ്ടതാണ്. കാരണം രണ്ട് സൈഡിലും പച്ചപ്പും നടുക്ക് ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നല്ല വ്യൂ ആയിരിക്കും. പല സൈഡിൽ നിന്നും പല ആംഗിളിൽ നിന്നും നല്ല വ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ അല്പസമയത്തിലൂടെ ഒരു ബൈക്ക് റാലി വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തന്നെയാണ് മെയിൻ പരിപാടി. അപ്പോൾ ആൾക്കാരിവിടെ വന്ന് കൂടുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ മഴവിൽ പാലത്തിൻ്റെ ഭംഗി ഇവിടെ നിന്ന് നല്ല വേറൊരു ആംഗിളിൽ നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ ഓരോ ആംഗിളിൽ നിന്ന് ഓരോ വ്യൂ ആണ്. നല്ല ഭംഗിയാണ് നോക്കണേ. ഇപ്പോൾ കണ്ടില്ലേ ഇത് സംഘടനാ പ്രവർത്തകരാണ്. ഇത് മറ്റേ ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റി അങ്ങനെ സംഘടനാ പ്രവർത്തകരാണ് അവർ. ഇപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണ്ട. ആൾക്കാർ വരുന്നുണ്ട്, ആൾക്കാരുടെ എണ്ണം അങ്ങനെ കൂടി വരുന്നുണ്ട്. അത് വേറെ കാര്യം. നമ്മൾ മെയിനായിട്ട് ഇവിടുത്തെ കായൽ ഭംഗി ആസ്വദിക്കാനാണ് വന്നത്, പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ കണ്ടില്ല ഇതൊക്കെ ഓരോ പണിതന്മാരെ സമ്മതിക്കണം കേട്ടോ. എൻ്റെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഈ പാലത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ബോസ്ട്രിങ് ആർക്കാണ്, ഒരു വെറൈറ്റി ആർക്കിടെക്ചറാണ്. മഴവിൽ പാലം എന്നാണ് പൊതുവെ പറയുമെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പേര് ബോസ്ട്രിങ് ആർക്ക് എന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ടൈംസ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരുണ്ട്. ബൈക്ക് റാലി കടന്നു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈക്ക് റാലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ബൈക്ക് റാലി ഉണ്ടെന്ന്, ആ ബൈക്ക് റാലിയാണത്. അവരുടെ ഒരു സന്തോഷവും ഒരു ആവേശവുമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ആ ഒരു ജനതയുടെ ഒരു സ്വപ്നവും അവരുടെ സന്തോഷം പാലം വരുന്നതിനുള്ള ഒരു ആഹ്ലാദപ്രകടനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു, അതെല്ലാവരും സന്തോഷിക്കുന്നു. നമുക്ക് സന്തോഷിക്കും. കാരണം നമുക്ക് പെരുമ്പളത്തേക്ക് എത്തണമെങ്കിൽ ഇതൊരു പാലം അനിവാര്യമായിരുന്നു. അവർക്ക് പെരുമ്പളത്തിൻ്റെ പുറത്ത് എത്തണമെങ്കിൽ ഇതുപോലെ ഒരു പാലം അനിവാര്യമായിരുന്നു. അതാണ് അവരുടെ ഒരു ആഹ്ലാദ പ്രകടനം നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. സമയം ഇപ്പോൾ 9:30 മണിയായിട്ടുള്ളൂ. ഇനി സമയമുണ്ട് ഉദ്ഘാടനത്തിന്. 11 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ നേരം ഇങ്ങനെ നടന്ന് നമ്മൾ ഇക്കരാന് വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്ന സ്ഥലത്ത് പോയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ബൈക്കിലൊന്ന് അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാൻ പോവുകയാണ്. അതായത് പെട്ടെന്ന് നമുക്കൊന്ന് പോവാം, ഓടി അപ്പുറത്തേക്കൊന്ന് പോയിട്ട് കേട്ടോ. അല്ല ബൈക്കിൽ പോകാത്ത ആർക്കിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതലും ഭംഗി കൂടുന്നത്. അപ്പോൾ ആൾക്കാരങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെ അടിപൊളിയാണ് കാഴ്ചകളൊക്കെ. കണ്ടില്ലേ ആർക്കിൻ്റെ അടുത്താർത്താഴ്ച അതിൻ്റെ ഭംഗി നമുക്ക് കൂടുതൽ എടുത്ത് കാണാൻ പറ്റുന്നു. പക്ഷെ എന്തായാലും നോക്കിയേ അതിൻ്റെ ഭംഗി ഭയങ്കര കേട്ടോ. അത് തെളിഞ്ഞ ആകാശമാണ്, നല്ല ഇതിലെ കളർ കോമ്പോസിഷൻ നല്ല എഫക്റ്റ് ആവുന്നുണ്ട്. നോക്കിയത് നേരിട്ടാണ് നോക്കിയാൽ നല്ല ഭംഗി മനസ്സിലാവും. വീഡിയോയിൽ നല്ല ഭംഗിയുണ്ട്, വീഡിയോയിലെക്കാരും കൂടുതൽ ഭംഗിയാണ് നേരിട്ട് കാണാൻ കേട്ടത്. കളർ കോമ്പോസിഷൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ പോകാത്ത സെൻറ്ററിൽ കൂടെ പോകാത്ത അതിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്ന സെൻറ്ററിൽ കൂടെ പോകാത്താണ് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഓടി മീൻസ് ബൈക്കിൻ്റെ പുറകിൽ നിന്നുണ്ടോ പോകണം. നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്, നമ്മളൊരു സാധാരണ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ക്യാമറ പൊക്കി പിടിച്ചാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വരാം. നമ്മൾ പിന്നെ വേദിയുടെ ഭാഗത്തേക്ക് പോകാനുണ്ട്. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയില്ലായിരുന്നു, ജസ്റ്റ് കൈവേദിയുടെ അറ്റം വരെ വന്നോളൂ. നമ്മൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേജിൻ്റെ അടുത്തടുത്ത് മിക്കവാറും ബാക്ക് സൈഡിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ, അവസ്ഥയായിരിക്കും മിക്കവാറും. അപ്പോൾ വേദിയുടെ അവിടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോകും. ഇവിടെ നല്ലൊരു ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ ഇവിടെ ആ സെയിം ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റേജ് ഉദ്ഘാടനം നടക്കുന്നത്. പെരുമ്പളം പാലം ഉദ്ഘാടനം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ജനപ്രതിനിധികളാണുള്ളത്. ബാക്കിൽ കൂടെ കൊടുത്ത നാട്ടുകാരും പിന്നെ അവിടുത്തെ പൊതുപ്രവർത്തകരും പുറത്തുനിന്നുള്ള നാട്ടുകാരൊക്കെ ആദ്യം വന്ന് അവിടെ നിന്ന് ഇടം പിടിച്ചിരുന്നത്. നമ്മൾ കുറച്ച് വൈകിയാണല്ലോ വന്നത്. നമുക്ക് പുറകിലേക്കായി അവിടെ ആ പാലത്തിൻ്റെ ആ ഒരു പല രീതിയിലുള്ള ആംഗിളിൽ നിന്നുള്ള വ്യൂസും പിന്നെ ആ ഒരു സ്ട്രക്ചർ ഡിസൈൻസൊക്കെ അവിടെ നല്ല ഡിസ്പ്ലേ ബോർഡിൽ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ പല പല വിഷ്വൽസ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 10:45. വീണ്ടും നമ്മൾ നടന്ന് നടുഭാഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നാട മുറിക്കുന്നൊക്കെ അപ്പുറത്തെ വശത്താണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാം. ഇനി ഇങ്ങോട്ടേക്ക് ഒന്നും ശരിയല്ല, കാരണം അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല KSRTC ബസ്സൊക്കെ ഇങ്ങോട്ട് സർവീസ് ആരംഭിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ജനം തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. നോക്കി, ഞാൻ പറഞ്ഞ തന്നെ KSRTC ബസ്സുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുമ്പളം ദ്വീപിലേക്ക് ഇത് ചേർത്തല ഡിപ്പോയുടെ വണ്ടിയാണ്. ചേർത്തലയിൽ നിന്ന് ദ്വീപിക്കാനുള്ള സർവീസ് ഉണ്ടാവുക. വണ്ടി പായ കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും 2 ബസ്സുകൾ വന്നിട്ടുണ്ട്. 2 ബസ്സുള്ള പുറകിൽ 2 ബസ്സുണ്ട്. അപ്പോൾ ഇന്നത്തെ 4 ബസ് വന്നിട്ടുണ്ട് കേട്ടോ സർവീസിനായിട്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് ഇഷ്ടംപോലെ ജനപ്രതിനിധികൾ, നമ്മുടെ പഴയ MP ആരിഫ് വന്നിട്ടുണ്ട് ആലപ്പുഴയുടെ. അപ്പോൾ KSRTC ബസ്സിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴേ കയറിയിരിക്കുകയാണ് കേട്ടോ. അവരൊരു സന്തോഷം, ഒരു ആഹ്ലാദം വേറെ തന്നെയാണ്. അപ്പോൾ ഉണ്ടല്ലോ, ആൾക്കാർ അങ്ങോട്ടേക്ക് പോവുകയാണ്. സമയം 11:30 മണിയായി. അരമണിക്കൂർ നിശ്ചയിച്ചാൽ അരമണിക്കൂർ പരിപാടി ഇപ്പോൾ വൈകിയിരിക്കാൻ കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. വെയിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ നമ്മളും കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ആൾക്കാരോടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. അപ്പോൾ കുറച്ചിങ്ങോട്ട് മാറിക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസാണ്, അദ്ദേഹമാണ് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ പുറകെ തൊട്ടുപുറകെ മുഖ്യമന്ത്രിയും വരും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആ ഭാഗത്തേക്ക് നോക്കാം. കാരണം എന്താ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല തിരക്ക് ഇനി കൂടും. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ എത്തിയിരിക്കേണ്ടത് നമ്മുടെ ജില്ലാ കളക്ടറാണ് വരുന്നത്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്പസമയത്തിലൂടെ എത്തിച്ചേരും കേട്ടോ. ഇപ്പം ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ടാണ് ഈ വൈകുന്നത്. പുറകിൽ കാണുന്ന KSRTC ബസ് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി അല്പസമയത്തിലൂടെ എത്തുന്നതാണ് കേട്ടോ. അങ്ങനെ കൃത്യം 1 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോട് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് കുറച്ച് പരിപാടികളുണ്ട്, കുറച്ചുകൂടെ വൈകി എത്താനായിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ വരുന്ന കിയയുടെ വാഹനത്തിലാണ് അദ്ദേഹം ഉള്ളത്. കേരള സ്റ്റേറ്റ് 1 കണ്ടില്ലേ, അദ്ദേഹം കാണത്തുണ്ട്. അപ്പം അദ്ദേഹം ഇനി ഈ പാലത്തിൻ്റെ നാട മുറിച്ച് പാലം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ കാണാനും സ്വീകരിക്കാനും ഇഷ്ടംപോലെ ജനങ്ങളുടെ തടിച്ചു കൂടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ഊഷ്മളമായൊരു വരവേൽപ്പാണ് ലഭിച്ചത്. ഇവിടുത്തെ ജനതയുടെ ഒരു ആവേശം ഇവിടെ നമുക്ക് നല്ല പ്രകടമാണ്. ഇഷ്ടംപോലെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിനെ കാണാനായിട്ടാണ് കൂടി. പൊതുവെ നല്ലൊരു ആവേശഭരിതരമായൊരു ദിവസമാണത്. ഇപ്പോൾ ഇവിടെയായിരുന്നു പഴയ ജെട്ടി ഉണ്ടായിരുന്നു, പെരുമ്പളം ജെട്ടി. അപ്പോൾ ഇതൊക്കെ പൊളിച്ച് നീക്കി. അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുക, നാട മുറിക്കാൻ പോവുകയാണ്. നമുക്ക് അവിടെ എന്താ പറയുക, നല്ല തിരക്കായി അവിടെ. അപ്പോൾ മിക്കവാറും നമുക്ക് നല്ല ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ നോക്കാം. നല്ല പിക്ക് അവിടെ നിന്നും കിട്ടും, നമുക്ക് നോക്കാം. എന്തായാലും ചടങ്ങ് നമുക്ക് ദൂരെ കാണാൻ പറ്റും കേട്ടോ. അത് പറയാം, എനിക്ക് ദൂരെ നിന്ന് ചടങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ തടിച്ചു കൂടി എന്താ പറയുക, ഭയങ്കര ചൂടാണ് ഇവിടെ. അത് വേറെ കാര്യം. ആൾക്കാരൊക്കെ പോവുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു വരവേൽപ്പ് നൽകി ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോവുകയാണ്. KSRTC ബസ്സുകൾക്ക് അവിടെ നിന്ന് നാട മുറിച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ടെടുക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചടങ്ങ് കഴിഞ്ഞ്. അപ്പം നാട മുറിക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ KSRTC ബസ് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഫോട്ടോയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുക്കുക പോകാൻ പറ്റില്ല. അദ്ദേഹം നാട മുറിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി വേദിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ പെരുമ്പളം പാലത്തിന്റെ കാഴ്ചകളും അതിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ പരിപാടിയുടെ കാഴ്ചകളും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരെ കാണുമ്പോഴേക്കും ഓക്കെ, താൻ ബൈ.